കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ്. മിന്നാന്മാര് തേക്കടിയിലുണ്ടായിരുന്നു. അല്ലേടാ എന്ന് പറഞ്ഞ് അപ്പച്ചന് ഇതെല്ലാം അറിഞ്ഞാലേ എന്നെ കൊത്തിയരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കും. നന്നാക്കി എടുക്കാൻ ഏൽപ്പിച്ചിരിക്കുമല്ലോ. ബേബി, എടാ ബേബി, എടാ നിന്റെ ചേട്ടക്കാരടാ. എന്താ ചേട്ടാ? കാളയെ പോലെ വളർന്നല്ലോ. നാണമില്ലല്ലോടാ ഇങ്ങനെ കോണാനൊടുത്ത് നടക്കാൻ. എവിടെയായിരുന്നു കഴിഞ്ഞ 4-5 ദിവസം? ഞങ്ങളിങ്ങനെ ഒരു എക്സ്കർഷൻ മൂഡില്. മനസ്സിലായി. കുറ്റി നോക്കി രണ്ടങ്ങ് പൊട്ടിച്ചു കൊടുക്കുക വേണ്ടത്. അവന്മാരൊക്കെ നോക്കിക്കണോണ്ട് ഞാനത് ചെയ്യുന്നില്ല. അവന്റെ ഒരു എക്സ്കർഷൻ മൂഡ്. ഇനിയിപ്പോ എപ്പോഴായിരിക്കും വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചത്? അയ്യാ, ഇപ്പൊ തന്നെ. വൈകുന്നേരത്തിന് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിലാ എന്റെ തനിക്കണം നീ കാണാൻ പോണം. എന്തുവാ അതിന്റെ കുഴപ്പം? കുഴപ്പം എന്തുവാ? നല്ല തല്ലുകൊള്ളാത്തതിന്. എന്തെങ്കിലും ഒരു പണിയെന്ന് പറഞ്ഞാൽ എന്റെ ഓഫീസിലൊന്ന് പിടിച്ചിരുത്തിയാൽ മതി. ഇപ്പോഴവൻ എന്തിനും പൊക്കിപ്പിടിക്കുന്ന ഒരു എക്സ്ക്യൂസ് തൊഴിലില്ലായ്മയാണ്. എനിക്ക് ജോലിയാവോ? അതൊന്നുമില്ല. തന്നെ അവന് നല്ല പേടിയുണ്ട്. എന്നോടതില്ല. വേണമെങ്കിൽ ശമ്പളം കൃത്യമായിട്ട് ഞാൻ തന്നെ രഹസ്യമായിട്ട് എത്തിച്ചു തന്നോളാം. അതൊന്നും വേണ്ട. ബേബിയുടെ കാര്യമാണോ? അതേന്നേ. എവിടെയും ഒന്ന് പിടിച്ച് തളച്ചില്ലേല് അപ്പച്ചൻ എന്നെയാ പള്ളു പറയുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നാ പുള്ളിക്കാരന്റെ വിചാരം. പിടിച്ചിരുത്തി അവസാനം ഞാൻ ആപ്പിലാവുമോ? നമ്മൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതുമാതിരിയുള്ള വല പിടിച്ചവന്മാരെ അപ്രന്റീസുകളാക്കി പിടിച്ചിരുത്തിയും കൂടെ ചെയ്താലേ. അതൊന്നുമില്ല. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല. അവൻ ആള് ബ്രില്യന്റ് ആണ്. പണിയൊക്കെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. ഉഴപ്പ് വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് പറ്റിയ കുറെ കമ്പനികൾ. റോയിച്ചൻ വിചാരിച്ച ചിലപ്പോ അവൻ നേരെയാവും. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പുള്ളിയെ റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ പേടിയാ. അതുകൊണ്ടാ. സത്യത്തിൽ അതുകൊണ്ടാ. നമ്മൾ തമ്മിലാവുമ്പോ പിന്നെ എന്തെങ്കിലും കയ്യബദ്ധം വന്നാലും പറഞ്ഞു നിൽക്കാൻ അവർക്ക് അഞ്ചമുണ്ടല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു കൈ നോക്കാം. അടുത്ത മാസം 1-ാം തീയതി വന്നോളാം പറ. ഇരിക്കുമോ ഇരുത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് തീരുമാനിക്കാം. ശരിയല്ല എന്ന് കണ്ടാൽ ഒരാഴ്ചക്ക് ഞാൻ ആളെ പാക്ക് ചെയ്ത് അയക്കും. പിന്നെ അതും പറഞ്ഞ് എന്നോട് പണങ്ങിയിട്ട് കാര്യമില്ല. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കണ്ടാ മതി. എന്താ അസുഖം? എന്താ പ്രോബ്ലം? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഡോക്ടർ തന്നെ അവനെ പിടിച്ചു കിടത്തി ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. സ്വല്പം പറയാൻ ബുദ്ധിമുട്ടുള്ള കേസാ. നിങ്ങൾക്ക് എന്നതാ എവിടെയാ ഡിസ്കംഫർട്ട് തോന്നുന്നെന്ന് പറയണം. പറയാതെ ഞാനിങ്ങനെ ഗണിച്ചെടുക്കണേ. പറയണം. ഇവിടെ ഇപ്പോ ആൺ ഡോക്ടർമാരാരെങ്കിലും ഉണ്ടായിരുന്നേ അവരെടുത്ത് പറയായിരുന്നു. ഇതിപ്പോ ഒരു ലേഡി ഡോക്ടറോട്, അതൊരു മിസ്സിനോട്. ബോർഡ് വായിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു. ഏതായാലും പറ്റിപ്പോയി. പിന്നെ വന്നു കയറിയ സ്ഥിതിക്ക് അതിൽ ചോദ്യോത്തര പങ്ക്തിയില് ആദ്യത്തെ ചോദ്യം എന്റെയാ. മിസ്റ്റർ എക്സ് കോട്ടയം എന്നാ പേര് വെച്ചിരിക്കുന്നത്. ഈ അമിതാഭ് ബച്ചനെ പോലെ പൊക്കോൺ സൈസ് കൊണ്ടെന്നല്ലാതെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റും തോന്നത്തേ ഇല്ല. പക്ഷെ എപ്പോഴും ആ ഒരു മനസ്താവുക. അതുകൊണ്ട് ആകെ മന്ദിച്ചിരിക്കുന്നത്. ഒന്നിനൊരു ഉന്മേഷയില്ലായ്മ, ശേഷിക്കുറവേ. എഴുന്നേൽക്കൂ. അയ്യോ,
ഡോക്ടറോട് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ തൂങ്ങിച്ചത്തളയും. മര്യാദയ്ക്ക് എണീക്കുന്നോ അതോ അതിനുള്ള ആളെ വിളിപ്പിക്കണോ? എന്നാലും നല്ല പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലമായിട്ട് വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ കണ്ണീച്ചോറയില്ലാതെ പെരുമാറിയത് ശരിയായില്ല. ഇതെടുക്കൂ. അതിവിടെ ഇരുന്നോട്ടെ. പോയി കഴിഞ്ഞിട്ടെങ്കിലും ഡോക്ടറെ ഒന്ന് വായിച്ചു നോക്കണം. മിസ്റ്റർ എക്സ് കോട്ടയം. Will you please take it and clear out? നിൽക്കൂ. തട്ടാശ്ശേരിയിലെ അലക്സ് അച്ചായന്റെ ബ്രദർ അല്ലേ? ചേട്ടനോട് ഞാൻ പറയാം, അനിയന്റെ ശേഷിക്കുറവ് നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ. അയ്യോ ഡോക്ടർ പ്ലീസ്. I said get out. അറിയാത്ത ആളുകളുടെയും അറിയാത്ത ചുറ്റുപാടുകളുടെയും നടുവിലേക്കാണ് നീ പോകുന്നത്. എല്ലാ കാര്യങ്ങളും 2 വട്ടം ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവൂ. ഒരു സാധാരണ പെൺകുട്ടിയേക്കാൾ കവിഞ്ഞ സൗന്ദര്യവും കഴിവും കർത്താവ് നിനക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയേക്കാൾ സൂക്ഷ്മതയും ശ്രദ്ധയും നിനക്ക് ആവശ്യമായി വന്നു. ശരി മദർ. എല്ലാരോടും സ്നേഹമായും സന്തോഷമായും പെരുമാറണം. പക്ഷേ ആരോടും പരിധി വിട്ടടുക്കരുത്. ശരി മദർ. ഒരിക്കലും നുണ പറയാത്ത പെൺകുട്ടിയാണ് നീയെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അതങ്ങനെ തന്നെ വേണം താനും. എന്നാൽ ഒരു കാര്യം മറച്ചു പിടിക്കാൻ നീ ബാധ്യസ്ഥയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റുമില്ല. മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത നുണ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതൊരാവശ്യം കൂടിയായി വരുമ്പോൾ പ്രത്യേകിച്ചു. ഒരു അനാഥാലയത്തിൽ നിന്നും വരുന്ന പെൺകുട്ടിയാണ് നീ എന്ന കാര്യം ആരോടും പറയരുത്. നിന്റെ പ്രായക്കാരായ പെൺകുട്ടികളാണ്. പല ചുറ്റുപാടുകളിൽ നിന്നും പല സംസ്കാരത്തിൽ നിന്നും വരുന്നവരായിരിക്കും അവർ. ഒരു അനാഥ കുട്ടിയാണ് നീ എന്ന് അവരിൽ ചിലരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് മനപ്രയാസം ഉണ്ടാക്കാവുന്ന പല സംഭവങ്ങൾക്കും അത് വഴിതെളിച്ചേക്കാം. അത് നിന്റെ കോളേജ് ജീവിതത്തെയും പഠിപ്പിനെയും ബാധിച്ചു എന്ന് വരാം. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എന്തെങ്കിലും. ധാരാളം കുട്ടികളുടെ അച്ഛനമ്മമാർ ഇപ്പൊ ഗൾഫിലും മറ്റുമല്ലേ. നീയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. കോളേജിലോ താമസിക്കുന്ന ഹോസ്റ്റലിലോ ഒറ്റയാളിന് സംശയം തോന്നാൻ പാടില്ല. ഈ കാര്യം പരമരഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ നിന്റെ പ്രിൻസിപ്പളിനെ നേരി കണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോളിഡേയ്സിനോ വെക്കേഷനോ ഇങ്ങോട്ട് തന്നെ പോന്നോണം. ഇവിടെ നിനക്കൊരു ആന്റിയും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു വെച്ചാൽ മതി. ശരി മദർ. ആ പാക്കറ്റിംഗ് എടുക്കും. ഇത് മുഴുവൻ നിനക്കുള്ള കുപ്പായങ്ങളാണ്. നിന്റെ അങ്കിള് തന്നെ ഇതിനാവശ്യമായ തുണി വാങ്ങി എത്തിച്ചു തരികയായിരുന്നു. നിന്റെ മെഷർമെന്റ് അനുസരിച്ച് ഇപ്പോഴത്തെ ഡിസൈൻ ഒപ്പിച്ച് ഇതെല്ലാം തുന്നി ശരിപ്പെടുത്തിയത് സിസ്റ്ററാണ്. ഇതാ. താങ്ക് യു മദർ. ഇനി താമസിക്കണ്ട, പോയി പ്രാർത്ഥിച്ചിട്ട് വരൂ. തെരേസയെ വിളിക്കൂ. വിളിക്കുന്നു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഹോസ്റ്റലിൽ ഒറ്റ ആൾക്കും ഒരു സംശയം തോന്നരുത്. പാടനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോന്നോണം. ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ ഇട കൊടുക്കരുത്. ആന്റിയാണെന്നോ മറ്റോ പറഞ്ഞേക്കണം. ഓർഫനേജിന്റെ പേരേ എങ്ങും വരരുത്. ശരി മദർ. ദൈവവിചാരം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.